നമസ്കാരം പ്രിയപ്പെട്ടവരെ. രാഹുൽ മാങ്കൂട്ടത്ത് രാജ്യം കടന്നു, രാഹുൽ മാങ്കൂട്ടത്ത് മുങ്ങി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസ്. കേരള രാഷ്ട്രീയത്തിൽ ഈ നെറിവുകെട്ട രാഷ്ട്രീയ കളി കളിക്കുന്ന ചില രാഷ്ട്രീയക്കാരുണ്ട് കേട്ടോ. അവരെ കുറിച്ചിട്ട് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇപ്പോൾ പാലക്കാട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാലക്കാട് മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരിക്കുന്നത് BJP ആണ്. അപ്പോൾ ആ കോർപ്പറേഷൻ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരാളെ ഈ ഒരു ഇലക്ഷനിൽ അവിടെ ഇറക്കാൻ പാടില്ല. ഇറക്കിക്കഴിഞ്ഞാൽ പലർക്കും എട്ടിൻ്റെ പണി കിട്ടുമെന്നുള്ളത് നല്ല ബോധ്യമുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം പരാതിയുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ള ഒരു യുവ നടിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? പിന്നീട് ആ യുവ നടിയുടെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ട. എന്നാൽ പുതിയ പുതിയ ആരോപണങ്ങളുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓരോ സ്ത്രീകൾ രംഗത്തേക്ക് വരുന്നു. അവരവരുടെ പേരോ അവരുടെ ഐഡന്റിറ്റിയോ റിവീൽ ചെയ്യാൻ തയ്യാറാകുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്ത് എന്നെ ഗർഭം ധരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു, അതിനുശേഷം പിന്നെ ആ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നൊക്കെ ചില മാധ്യമങ്ങളിലൊക്കെ വന്നിട്ട് വാർത്തകൾ കൊടുക്കുന്നു. സത്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടുക അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുക എന്നുള്ളത് കേരളത്തിലെ നമ്മുടെ കോൺഗ്രസിന്റെ തന്നെ ചില മുതിർന്ന നേതാക്കന്മാർക്കും താല്പര്യമുണ്ട്. കാരണം ഇതുപോലുള്ള യുവ പ്രതിഭകൾ വളർന്നു വരുന്നത് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണുകടിയാണ്. ഈ പല്ല് പൊഴിഞ്ഞ ചില സിംഹങ്ങളുണ്ടല്ലോ, ഒരു പ്രയോജനമില്ലാത്ത കുറെ വേട്ടാവളിമ. ഈ കോൺഗ്രസിന്റെ ശാപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു വിഷയത്തിൽ പ്രത്യേക താല്പര്യമെടുത്തിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ മറ്റ് ഇതര പാർട്ടിയിലെ ആളുകൾക്കൊക്കെ വലിയ താല്പര്യമാണ്. സത്യത്തിൽ ഇതിനെക്കാട്ടിലൊക്കെ പെരുങ്കള്ളന്മാർ ഇന്നും നമ്മുടെ നാട്ടിൽ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ടല്ലേ? എത്രയോ പാവം പിടിച്ച പെൺകുട്ടി അക്ഷരം പോലും പൊതുസമൂഹത്തോട് വിളിച്ച് പറയാൻ പറ്റാത്ത ഗതികേട് കൊണ്ട് ജീവിക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്ത് തൽക്കാലം ഇപ്പൊ മുങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ആദ്യം തൊട്ട് അവസാനം വരെയും, അതായത് ഈ നിമിഷം വരെയും ഒരേ സ്വരത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരേ നിലപാട് സ്വീകരിച്ച് നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ രാഹുൽ ഈശ്വറാണ്. കാരണം രാഹുൽ ഈശ്വറിന് സത്യം എന്താണെന്നുള്ളത് നന്നായിട്ട് അറിയാം. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിച്ച് വിട്ടിട്ടുള്ള പാലക്കാട്ടെ ജനങ്ങൾക്കറിയാം രാഹുൽ മാങ്കൂട്ടത്ത് എന്താണെന്നുള്ളത്. എന്തായാലും രാഹുൽ നിർബന്ധിച്ച് ആരെയും കട്ടിൽ കെട്ടിയിട്ടിട്ട് പീഡിപ്പിച്ചതായിട്ടുള്ള സംഭവങ്ങളൊന്നും നമുക്കറിയില്ല. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടു, അതിനകത്ത് ചിലപ്പോൾ ഗർഭം ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ രാഹുലിനെ പല സത്യങ്ങളും മറച്ചു വെച്ചുകൊണ്ട് ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകളും രാഹുലിനോട് ഇടപെട്ടിരിക്കുന്ന എന്നുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നത്. പക്ഷേ ഇവിടുത്തെ ചില മുഖ്യധാരാ മാധ്യമങ്ങളിൽ പെട്ടിട്ടുള്ള ചില വേട്ടാവളിയന്മാർക്ക് ഒരു പ്രത്യേക താല്പര്യം രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ള. ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ചിലപ്പം രണ്ട് വിഭാഗം ഉണ്ടാകും. എന്നെ തെറി വിളിക്കുന്നവരുണ്ടാകാം, അനുകൂലിക്കുന്നവരുണ്ടാകാം. എന്ത് തന്നെയാണെങ്കിലും സത്യം പുറത്തു വരണം. രാഹുൽ മാങ്കൂട്ടത്ത് ചെയ്തത് സത്യമാണ് എന്നുണ്ടെങ്കിൽ അത് നിയമപരമായ രീതിയിൽ ശിക്ഷിക്കപ്പെടണം എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. മറിച്ച് രാഹുലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ കളിക്കുന്ന ഏതവനാണെങ്കിലും ഏതവളുമാരാണെങ്കിലും കൊള്ളാം, അവരെയും നിയമപരമായ രീതിയിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. ഇന്നലെ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഡിബേറ്റ്, ഇത് നിങ്ങൾ കാണാതെ പോരുത്, കിടിലൻ സാധനമാണ്. അതായത് ഈ യുവ നടീനെയും ആ യുവ നടിയെയും ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഈ ചില സ്ത്രീകളെയൊക്കെ വെള്ള പൂശാൻ വേണ്ടി നമ്മുടെ അഭിലാഷ് കാണിക്കുന്ന ആ ഒരു തിടുക്കമുണ്ടല്ലോ, ഇതിനെയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ രാഹുൽ ഈശ്വർ എടുത്തിട്ട് കൊടഞ്ഞ് കാലെ വാരി ഭിത്തിയിലടിക്കുന്ന ഒരു മാസ് വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നേരെ വീഡിയോയിലേക്ക് പോകാം. രാഹുൽ ഈശ്വറിനെ കാണുമ്പോൾ എനിക്ക് രാജമാണിക്യത്തിലെ സൈമൺ നാടാരെയാണ് ഓർമ്മ വരുന്നത്. ഓർമ്മയില്ലേ? രാജശെൽവത്തെ പുറത്തിരുന്ന് കൈയടിച്ച് മൂപ്പിച്ച് എല്ലാ കുഴപ്പത്തിലും കൊണ്ടുവന്ന് എത്തിക്കുന്ന സതീർത്ഥ്യനെ, രാഹുൽ മാങ്കൂട്ടത്തെ മഹത്വവൽക്കരിച്ച് പുണ്യവൽക്കരിച്ച് ശരിയായ കർത്തൃത്വമുള്ള ആൾ എന്ന് പ്രഖ്യാപിച്ച് ഒടുവിൽ ആ പെങ്കൊച്ച് ഇത്രയും കാലം പരാതി നൽകാതിരുന്നതല്ലേ? അവര് വേദന തിന്നുകൊണ്ടിരിക്കുമ്പോ ഇയാളെ ആഘോഷിച്ച് ഒടുവിൽ ഇപ്പോ പരാതി കൊടുപ്പിച്ചപ്പോ സമാധാനമായോ? അണയാൻ പോകുന്ന തീ ആളിക്കത്തും. ഒന്ന് അങ്ങയുടെ ഉപമ എനിക്ക് ഇഷ്ടമായി. ആ ഉപമ ഒന്ന് ഓർത്ത് വെക്കേണ്ടി വരും. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്ന സീരിയസ് കാര്യം, ഞാൻ ഈ പറയുന്നതിൽ ഒരു വരിയോ ഒരു വാക്കോ തെറ്റുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കേരള പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യണം. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ എങ്ങനെ കല്യാണം കഴിക്കാൻ കഴിയും? ഓൾറെഡി വിവാഹിതയായ മറ്റൊരു പുരുഷന്റെ ഭാര്യയായ രാഹുൽ മാങ്കൂട്ടത്തിനോട് ആ ബന്ധം മറച്ചു വെച്ച് ബന്ധം സ്ഥാപിച്ച പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ കല്യാണം കഴിക്കും? രാഹുൽ മാങ്കൂട്ടത്തിനോട് ആ ബന്ധം മറച്ചു വെച്ച് ബന്ധം സ്ഥാപിച്ച പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ കല്യാണം കഴിക്കണമെന്നാണ്? രാഹുൽ മാങ്കൂട്ടത്തിലുമായി മറച്ചു വെച്ചു എന്നുള്ളത് രാഹുൽ ഈശ്വറിനെ അപ്പൊ അഭിലാഷ് എന്തായാലും ഒരു കാര്യം സമ്മതിച്ചു, പെൺകുട്ടി മാരീഡ് ആയിരുന്നു. ആ പെൺകുട്ടി 2024 ഓഗസ്റ്റിൽ മാരീഡ് ആയിരുന്നു, മറ്റൊരാളുടെ ഭാര്യ ആയിരുന്നു എന്ന കാര്യത്തിൽ അഭിലാഷിന് തർക്കമില്ലല്ലോ. എനിക്ക് തർക്കമില്ല. നന്നായി. അതെ, രാഹുലിനോട് ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം കുട്ടി ഉണ്ടാകുകയും ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ ആ ബന്ധവുമായിട്ട് മുമ്പോട്ട് പോകും? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് കേൾക്കുന്ന മലയാളി പ്രേക്ഷകർ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഒരിക്കലും റിവീൽ ചെയ്യില്ല. ആ പെൺകുട്ടിയെ കുറിച്ച് ഒന്നും പറയില്ല. ആ പെൺകുട്ടിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, പക്ഷേ ഞാൻ ഒന്നും പറയില്ല. കാര്യം നമ്മുടെ നാട്ടിൽ പരാതിക്കാരെ കുറിച്ച് അങ്ങനെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടില്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, രാഹുൽ മാങ്കൂട്ടത്തിലെ മാത്രം എങ്ങനെ തെറ്റുകാരനായി? കല്യാണം കഴിച്ചൊരു പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെടുന്നു.
ആ കല്യാണത്തിന്റെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് അറിയില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ സുഹൃത്തുക്കളും പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് ലൈംഗിക താല്പര്യമായിരുന്നില്ല സാർ, ഒരു കുഞ്ഞു വേണമെന്നായിരുന്നു, കുടുംബം വേണമെന്നായിരുന്നു. പക്ഷേ ഓൾറെഡി കല്യാണം കഴിച്ചൊരു സ്ത്രീയെ എങ്ങനെ കല്യാണം കഴിക്കും? ഈ ഒരു വർഷത്തിനുള്ളിൽ 2 ചെറുപ്പക്കാരുടെ ജീവിതത്തിന്റെ നാശത്തിലേക്കാണ് പോയത്. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, പക്ഷേ പലരുടെയും ആക്ഷൻ കാരണം 2 ചെറുപ്പക്കാരുടെ ജീവിതമാണ്. കഴിഞ്ഞ 4 മാസമായി ഇതേപോലെ ന്യായങ്ങൾ ചമച്ചാണ് ഈ നിലയിൽ വഷളൻകുട്ടി വിവാഹിതയായിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരെ വിവാഹം കഴിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ വിവാഹിതയാണ് എന്ന കാര്യം പിന്നീടാണ് ചെയ്യണമെന്ന അഭിപ്രായം എനിക്കില്ല. അത് തെറ്റുമാണ്. അതിനെ സദാചാരത്തിന്റെ ആംഗിളിലും കാണണ്ട. എന്ന പെൺകുട്ടി പറയുന്നു, പക്ഷേ നിർബന്ധിച്ച് പ്രലോഭിപ്പിച്ച് ആ പെൺകുട്ടി ഒടുവിൽ പ്രഗ്നന്റ് ആവുന്നു. ആ ഘട്ടത്തിൽ വെച്ച് ഇയാൾ പിന്മാറുകയും രാഹുൽ ഈശ്വർ പറഞ്ഞത് മാതിരി വിദണ്ഡവാദങ്ങൾ ഉന്നയിച്ച് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ നരകമാക്കിയ സംഭവത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അഭിലാഷ് ഒരു വരി വിട്ടു, പക്ഷേ എനിക്ക് നിന്നെ പ്രഗ്നന്റ് ആക്കണം എന്ന് കഴിഞ്ഞ ഒരു വരി കൂടെ ഉണ്ടായിരുന്നു. ആ വരി എന്താ അറിയാമോ? നമുക്കൊരു കുഞ്ഞു വേണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുടുംബം വേണമെന്നാണ്. ഒരാണ് പെണ്ണിനോട് നമുക്കൊരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞാൽ ലൈംഗികത വേണമെന്നോ, 1 നൈറ്റ് സ്റ്റാൻഡ് വേണമെന്നോ, ഫ്ലിംഗ് വേണമെന്നോ അല്ല. നീയുമായിട്ട് ലോങ് ടേം ബന്ധം ആഗ്രഹിക്കുന്നു, കുഞ്ഞു വേണം, കുടുംബം വേണമെന്നാണ്. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി മാരീഡ് ആയിരുന്നു സാർ, മറ്റൊരു ഭർത്താവുണ്ട് സാർ. എങ്ങനെ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കുടുംബമായി മുമ്പോട്ട് പോകും? രാഹുൽ ഈശ്വർ പറയുന്നതിൽ ഒരു കുത്തോ കോമയോ വരിയോ തെറ്റാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യണം. പക്ഷേ മാരീഡ് ആയ ഒരു പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ കല്യാണം കഴിക്കും? മറ്റൊരു ഭർത്താവില്ലേ? അല്ല, ഇതാണ് ഫാക്ട്. അഭിലാഷ് അറിഞ്ഞൂടെ? ഇനി ഒരു കാര്യം കൂടെ, അഭിലാഷ് അറിഞ്ഞൂടെ ആ പെൺകുട്ടി മാരീഡ് ആണെന്ന് അറിയാം. പെൺകുട്ടി മാരീഡ് ആയ ഭാര്യയാണ് ഉണ്ടാവുക, ഭർത്താവല്ലേ? എന്താണ് തെറ്റിദ്ധരിപ്പിച്ചത്? ബലാത്കാരമായി കുഞ്ഞുണ്ടാക്കിയെന്നാണോ അഭിലാഷ് പറഞ്ഞു വരുന്നത്? ബലാത്കാരമായി കുഞ്ഞുണ്ടാക്കിയോ? അതും കയ്യിൽ നിന്ന് പോയി. മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് കോടതിയിൽ സ്റ്റാൻഡ് ചെയ്യില്ല, നിയമത്തിന്റെ സ്ക്രൂട്ടനി സ്റ്റാൻഡ് ചെയ്യില്ല. യഥാർത്ഥത്തിൽ റിനി എനിക്കെതിരെ കൊടുത്ത പരാതി പോലെ കിടക്കും. അല്ലാതെ ഒരു പെൺകുട്ടിയുടെ വിഷയം അല്ലല്ലോ. ഇപ്പൊ പുറത്ത് വന്നിരിക്കുന്നത് തന്നെ പല പെൺകുട്ടികളുടെ വിഷയങ്ങളുണ്ട്. അതിലൊരു പെൺകുട്ടിയുടെ വോയിസ് റിപ്പോർട്ടർ ചാനലും 24 ചാനലും കൊടുത്തിട്ടുണ്ട്. അതിൽ ആ കുട്ടി പറയുന്നുണ്ട് ആ കുട്ടിയെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞ് ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുത്തിയെന്ന്. അപ്പൊ ഒരാൾക്ക് എത്ര പേരോട് പ്രണയം തോന്നും? എത്ര സ്ത്രീകളാണ് അവർക്ക് ചാറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറയും. ഇന്ന് തന്നെ സരാവുത്ത മീഡിയ 1 ചാനലിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് എനിക്കറിയാം പല സ്ത്രീകളുടെ കാര്യമൊന്നും. അപ്പൊ ഒരാൾക്ക് എത്ര പേരോടാണ് പ്രണയം തോന്നുന്നത്? എത്ര പേരുടെ അടുത്താണ് കുഞ്ഞിനെ വേണം എന്ന് പറയുന്നത്? കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന വേറെ പെൺകുട്ടികളും ഉണ്ട്. പക്ഷെ അവരാരും പരാതിയായിട്ട് വരാത്തത് കൊണ്ട് ഇപ്പൊ രക്ഷപ്പെട്ട് നിൽക്കുന്നതാണ്. അത്രയും വിചാരിച്ചാൽ മതി. അവർക്ക് ധൈര്യമില്ല പരാതിയായിട്ട് വരാൻ. പുതിയ തലമുറയിലെ പെൺകുട്ടികളുടെ ആസൂത്രണ മനോഭാവത്തിന്റെ കഥ ഇവളിൽ നിന്ന് തുടങ്ങുന്നു. ഇത് എക്സ്പോസ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇതൊരു വീഡിയോ മുന്നോട്ട് വരികയാണെങ്കിൽ ഇത് ഇന്റർനാഷണൽ ലെവൽ ന്യൂസ് ആവും. അമേരിക്കയിൽ പോലും ഇത് വാർത്തയോ? ഞാൻ പറയാണ്, അത്രയധികം സ്ത്രീകൾക്ക് മെസ്സേജുകൾ. അപ്പൊ എന്താണ് അവർക്ക് അറിയുന്ന ഒരു കാര്യം അവർ പറഞ്ഞതല്ലേ, ഫയലൊക്കെ പോലെ. എങ്ങനെ റിനിക്കറിയാം ബാക്കിയുള്ള പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചു? അഭിലാഷ് അങ്ങനെ വാർത്ത ഉണ്ടോ? വേറൊരു പെൺകുട്ടിക്ക് കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചത് അഭിലാഷ് കണ്ടോ? ഞാനോ? എന്നോട് പല പെൺകുട്ടികൾ പറഞ്ഞതാണ്. എന്റെ അടുത്ത് ആക്രോശിക്കുന്ന നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അഭിലാഷെ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുകയാണ്. പച്ചക്കള്ളം ലൈവ് ടിവിയിൽ പൊളിഞ്ഞു വീണു. റിപ്പോർട്ടറിലും വന്നിരിക്കുന്ന വേറൊരു പെൺകുട്ടി ഉണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അഭിലാഷ് സർ പ്ലീസ് ആ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തു, ഞാൻ സംസാരിക്കാം. അല്ലാതെ എനിക്ക് സംസാരിക്കാൻ ഒരു കാര്യം ഷുവറാണ്, അവൾ നമ്മളെക്കാട്ടിലും ഫ്രോഡാണ്. ഞാൻ പറയുന്നത് കുഞ്ഞു വേണം എന്ന തരത്തിലുള്ള മെസ്സേജുകൾ വേറെയും സ്ത്രീകൾക്ക് അയച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞുള്ള അറിവുണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് ആരും അയച്ചിട്ടില്ല. ഇങ്ങനെ ഒരു അറിവുണ്ട്. എനിക്ക് അപ്പൊ നമ്മുടെ യുവനടി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ വാർത്തകൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അമേരിക്ക വരെ ഞെട്ടിപ്പോകുന്ന പറഞ്ഞത്. അത്രയ്ക്ക് വലിയ ബോംബാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായിട്ടുള്ള ചില രഹസ്യങ്ങൾ ചില സ്ത്രീകൾ പുറത്തേക്ക് വന്ന് പറഞ്ഞാൽ പൊട്ടാൻ പോകുന്നത്. പിന്നെ എനിക്ക് അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും നേരിട്ടിട്ടില്ല. ഇതിനു മുമ്പ് ഇതൊന്നും അല്ലല്ലോ കുഞ്ഞാവ പറഞ്ഞത്. കുഞ്ഞാവ എന്തൊക്കെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉറഞ്ഞു തുള്ളി വന്നത്? അപ്പം രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറയുന്ന ആ ഒരു യുവ രാഷ്ട്രീയ നേതാവിൻ്റെ ഭാവി ഇല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. ചില വ്യക്തി താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം മുന്നോട്ട് പോകുന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്, സ്ത്രീകളോട് മോശമായി പെരുമാറിയിട്ടുണ്ട്, അവരുടെ സമ്മതപ്രകാരമല്ല രാഹുൽ മാങ്കൂട്ടത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തു എന്ന് കോടതിയിൽ തെളിഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കും. ആ കോടതിയിൽ വന്നത് തെളിയുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മൾ പ്രതിയാക്കാനോ രാഹുൽ മാങ്കൂട്ടത്ത് തെറ്റുകാരനാണോ എന്ന് പറയാൻ നമുക്ക് യാതൊരു തരത്തിലുള്ള ധാർമ്മികതയില്ല.
ഈ കുഞ്ഞാവ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടല്ലോ അല്ലേ? അപ്പോൾ ഇതിനൊക്കെയുള്ള കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ രാഹുൽ ഐശ്വര്യ അടിച്ചങ്ങോട്ട് അണ്ണാക്കി തന്നെയാണ് അഭിലാഷിൻ്റെയും കുണുവാവാക്കും കൊടുത്തിരിക്കുന്നത്. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.